വീണ്ടും ഒരു ഞായറാഴ്ച കൂടെ തമ്പുരാന്റെ ഈ ബലിയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്നു. ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും മാലാഖമാര് ഈ സ്വർഗത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ മാലാഖമാര് ഈ ബലിയർപ്പണത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും സ്വർഗീയ ദൂതന്മാരുടെ വാത്സല്യത്തിന്റെ നിറവ് അനുഭവിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ അപേക്ഷകളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും ഇന്ന് ഈ തിരുവൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോ ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടം ഒരുമയൊടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീട അവ ഒരു പീഠമൊരുക്കീട ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകെയണച്ചിട ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകെയണച്ചിട. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഈശോ പഠിപ്പിച്ചു, മക്കളെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ വിശിഷ്ടവും മനോഹരവുമായ പ്രാർത്ഥന നമുക്കെല്ലാവർക്കുമായി ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മത്തായി സുവിശേഷകന്റെ പുസ്തകം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഈശോ പഠിപ്പിക്കുകയാണ്, ഓരോ വിശുദ്ധ കുർബാനയും നാം പങ്കുകൊള്ളുമ്പോൾ
ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് വേണം ഈ ബലിയിൽ പങ്കുകൊള്ളുവാനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവയെല്ലാം ഞാൻ നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. യോഗ്യതയോടെ ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ എന്നെ നീ അനുഗ്രഹിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമനിറഞ്ഞവനും ആരും സ്തുത്യരുമെന്നെന്നും. ഭയവും നല്ല പ്രതീക്ഷയുമായി തന്നെ തേടും നരനദിയിൽ സ്നേഹമരന്തം വർഷിക്കും കർത്താവെന്നും തുറവന്നേ. നാഥനും അതുപോലാത്മജനം റൂഹായും സ്തുതിയെന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം, അയൽക്കാരനെ സ്നേഹിക്കുക. വലിയ സന്ദേശമാണ് കർത്താവ് പങ്കുവയ്ക്കുന്നത്. സുവിശേഷം മുഴുവൻ കർത്താവിൻ്റെ ജീവിതമാണ്. ആ ജീവിതം എന്നുള്ളത് സ്നേഹമാണ്. ആ പങ്കുവയ്പ്പിന്റെ സ്നേഹമാണ് കാൽവരിയിൽ നമ്മൾ കാണുന്നത്. ഈ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ, അയൽക്കാരനെ സ്നേഹിക്കാൻ, ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ ജീവിതം കൊണ്ട് പഠിപ്പിച്ച അവിടുത്തെ വലിയ അനുഗ്രഹത്തിന്റെ നിറവിൽ ഈ സ്നേഹം പങ്കുവയ്ക്കാൻ ഞങ്ങൾക്കിവിടെയാകട്ടെ. സകലത്തിൻ്റെയും നാഥനായ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ മത്തായി സുവിശേഷകന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും.
എത്രയോ മനോഹരമായി കർത്താവ് പറയുന്നു. എന്തും ഏതും കർത്താവിനോട് ചോദിക്കും. എന്തും നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കും. എല്ലാത്തിനും ഉത്തരമുണ്ട് തമ്പുരാൻ. ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന തമ്പുരാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഇതേ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലായിരിക്കും ഈ ദാസനെ നീ അനുഗ്രഹിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം നീ നൽകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങളിൽ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മത്തായി സുവിശേഷകന്റെ പുസ്തകം 12-ാം അധ്യായം 50-ാം വാക്യം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. 3 സുവിശേഷങ്ങളിലും കാണുന്ന വാക്കുകളാണിത്. കർത്താവിൻ്റെ ഹിതം നിറവേറ്റുക, കർത്താവിൻ്റെ വചനം പാലിക്കുക. ആരാണോ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്നത്, വചനം പാലിക്കുന്നത്, ആ വചനം പാലിക്കുന്നവനും ഹിതം നിറവേറ്റുന്നവനും കർത്താവിൻ്റെ അമ്മ സഹോദരങ്ങളായി മാറും. ഈ കുടുംബത്തിൽ നമുക്കുമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനം ഉൾക്കൊള്ളുവാൻ, അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വെറുതെ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ളവരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനസ്സിൽ
പൂമഴ ചൊരിയും വചനം മിശിഹായുടെ നൽവചനം ഹൃദയത്തിൻ പരിവാടി തുറന്നു ദൈവത്തിൻ തിരുവചനം മനസ്സിൽ പൂമഴ ചൊരിയും വചനം മിശിഹായുടെ നൽവചനം ഹൃദയത്തിൻ പരിവാടി തുറന്നു ദൈവത്തിൻ തിരുവചനം. നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 16-ാം അധ്യായം 14 മുതൽ 18 വരെ വാക്യങ്ങൾ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖപ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, കൊറോണ വ്യാപനം അതിതീവ്രമാണ് നമ്മുടെ ഈ ഭാരതത്തിലും ഈ കൊച്ചു കേരളത്തിലും. അതിനേക്കാളൊക്കെ ഉപരി ഈ ദിവസങ്ങളിൽ ടോട്ടൈ എന്ന ചുഴലിക്കൊടുങ്കാറ്റ് നമ്മുടെയൊക്കെ തീരപ്രദേശങ്ങളെ മുഴുവനും തകർത്തുകൊണ്ടിരിക്കുന്നു. ഒട്ടേറെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ഒട്ടേറെ പേരുടെ ഭവനങ്ങൾ തകർന്നുപോയി. കോവിഡ് വ്യാപനവും അതിതീവ്ര മഴയും ചുഴലിക്കൊടുങ്കാറ്റും എല്ലാം കൂടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് നമ്മുടെ ഈ കേരളത്തിൽ. ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട്. മാറ്റി പാർപ്പിക്കപ്പെട്ടവരിൽ കോവിഡ് ബാധിച്ചവരുണ്ട്. പ്രായമേറി രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. അതിൻ്റെ വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ ഇനിയൊരു അപകടവും ഉണ്ടാവല്ലേ എന്ന്, ഇനിയൊരു ആപത്തും ഉണ്ടാവല്ലേ എന്ന്. കോവിഡ് തന്നെ അതിൻ്റെ തീവ്ര വ്യാപനത്തിലാണ്. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ്. കരുതൽ നമുക്ക് നഷ്ടപ്പെടരുത്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലായി ആരും പുറത്തിറങ്ങരുത്. ഈ രോഗം വന്നാലുള്ള അവസ്ഥകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നമുക്കറിയാം. ഈ രണ്ടാം തരംഗം അപകടകരമാണ് എന്നുള്ളത്
ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആരും തന്നെ പുറത്തിറങ്ങാതിരിക്കുക. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. പുറത്തിറങ്ങുമ്പോഴൊക്കെയും സർക്കാർ പറഞ്ഞ ആ കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം. 2 മാസ്ക് ധരിച്ചു വേണം പോകാൻ. ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. സാനിറ്റൈസർ കയ്യിൽ കൊണ്ട് നടക്കണം. എവിടെയൊക്കെ സ്പർശിച്ചാലും സാനിറ്റൈസർ ഉപയോഗിക്കാൻ മറക്കരുത്. വീട്ടിലായിരിക്കുമ്പോഴും ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മരുന്നാണ്. ആരുമായും വലിയ സമ്പർക്കങ്ങളില്ലാതിരിക്കുക, ആരുമായും സ്പർശനം ഇല്ലാതിരിക്കുക. ഈ കരുതൽ എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുവോ അന്ന് രോഗം വരും. കരുതൽ നഷ്ടപ്പെടാതിരിക്കാനാണ് അച്ഛനിത് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇടവകയിൽ ജപമാല യജ്ഞമാണ്. ഓരോ ദിവസം ഓരോ യൂണിറ്റ് അംഗങ്ങൾ അവരുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ മഹാമാരിയെതിരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ജപമാല യജ്ഞത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ യൂണിറ്റിനും അതിൻ്റേത് അറിയിച്ചിട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ ഭവനങ്ങളിലായിരിക്കുമ്പോഴും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നമുക്ക് ഏറ്റവും വലിയ കരുത്ത്, ശക്തി എന്ന് പറയുന്നത് അമ്മയാണ്. ഏത് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ആപത്തുകൾ ഉണ്ടാകുമ്പോഴും ഈ ജപമാല നമുക്ക് ശക്തിയാണ്. നമുക്കറിയാം, 2 ദിവസം മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വെടിയേറ്റതിൻ്റെ ഓർമ്മ ദിനമായി. അലി അഖ എന്ന തുർക്കിക്കാരൻ 1984 മാർപ്പാപ്പയെ വെടിവെച്ചു. ആ വെടിയുണ്ടകൾ ഫാത്തിമ മാതാവിന് സമർപ്പിച്ചു. കാരണം മാതാവാണ് രക്ഷിച്ചത്. വെടിയുണ്ടയേറ്റ് അബോധാവസ്ഥയിലായ മാർപ്പാപ്പയെ കൊണ്ട് വാഹനം കടന്നു പോകുമ്പോൾ അന്നുണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടൊരു പ്രായമായ സ്ത്രീ ഒരു ജപമാല കയ്യിലെടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നമ്മളെല്ലാവരും ശക്തമായി ജപമാല ചൊല്ലുക, മാർപ്പാപ്പ രക്ഷപ്പെടും. അന്ന് മാർപ്പാപ്പയെ സന്ദർശിക്കാൻ വന്ന ആയിരക്കണക്കിന് വിശ്വാസ സമൂഹം ഒരൊറ്റയാളും പോയില്ല. അവരെല്ലാവരും ഈ പ്രായം ചെന്ന സ്ത്രീ പറഞ്ഞത് കേട്ട് ആ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സത്വരത്തിൽ ആയിരുന്നു കൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ ജപമാലയുടെ ശക്തിയിൽ അത്ഭുതകരമായി മാതാവ് രക്ഷപ്പെടുത്തി. അതുകൊണ്ടാണ് ഫാത്തിമയിൽ മാതാവിൻ്റെ കിരീടത്തിൽ ഈ വെടിയുണ്ട എന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കൊരു ശക്തിയാണമ്മ, ബലമാണമ്മ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മഹാമാരി കാലത്ത്, ഈ മഹാവ്യാധി കാലത്ത് ശക്തമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുക. അമ്മ തന്നെ നമുക്ക് തുണയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് ചുമതലപ്പെടുത്തുകയാണ് ശിഷ്യന്മാർക്ക്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. അതേ ചുമതലകൾ ഏറ്റിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നമ്മളായിരിക്കുന്നു അവിടെയൊക്കെ കർത്താവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യമാകാൻ വിളിക്കപ്പെട്ടവർ. ഈ സാക്ഷ്യമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ബി എ വിറ്റ്നസ്.
ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സാക്ഷ്യം, ആ സാക്ഷ്യമായി മാറുമ്പോൾ തമ്പുരാന്റെ വലിയ കൃപ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ സുവിശേഷം ലോകത്തോട് പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വം ശിഷ്യർക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മെ ഓരോരുത്തർക്കുമായി ഏൽപ്പിക്കപ്പെടുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ ആ ദൗത്യം നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനാണ്. പ്രത്യേകിച്ച് മഹാമാരി കാലത്ത് ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തികൾ ഒത്തിരിയേറെ പേര് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് സാക്ഷ്യം. നമ്മുടെ ഈ കാലടി പള്ളിയുടെ മുൻപിലും നമ്മുടെ ഇടവകയിലെ മക്കൾ കൊണ്ടുതരുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പള്ളിയുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ഇടവക കാണിക്കുന്ന വലിയ, പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. വൈറലായി നമുക്കറിയാം. നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുന്ന ഒരു സ്നേഹം. പള്ളിയിൽ കൊണ്ടുതരും, പിറ്റേ ദിവസം അത് പള്ളിയുടെ മുൻപിൽ ഗേറ്റിൽ കൊണ്ടുവയ്ക്കും ആവശ്യക്കാർക്ക്. ഇതാണ് ക്രിസ്തീയത, ഇതാണ് ക്രിസ്തു സാക്ഷ്യം. മറ്റുള്ളവന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ കഴിയുന്ന മനസ്സ്, അതാണ് ക്രിസ്ത്യാനിയുടെ മനസ്സ്. അതാണ് ഈ കാലടി ഇടവക ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല മാതൃക. നമ്മളൊക്കെയും എവിടെയും ഈ മാതൃകകളായി മാറാൻ, പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലത്ത് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മിൽ ഓരോരുത്തരിലും സമൃദ്ധമായി ഉണ്ടാവുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായി, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പരിഹാസത്തിന് അടയാളമായ കുരിശനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തി കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളുടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ ജവാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പേടി അനുഭവിക്കുന്നവരും നിന്റെ മഹത്വപൂർണ്ണ ഉദ്ധാനത്തെയും അവർണനീയമായി സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ലോട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, പേമാരിയുടെയും അതിതീവ്ര മഴയുടെയും വേദന അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. COVID-19 ഭീഷണിയിൽ ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നിന്റെ കരുതലും അനുഗ്രഹവും ഉണ്ടാകട്ടെ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാഥാ സർവം കാൽനാവിൽ കാണിക്കയായി സ്വീകരിക്കണമേ നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മതമായി. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും
എന്നേക്കും. ആമേൻ. സാധനം അതുപോലാത്മജനം ദിവ്യരൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാധനമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും നിടസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിയിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ തിരുസന്നിധി ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാൻ നിത്യം പാട്ടിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിൽ നിന്നുള്ള സത്യവും പിതാവിനും കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൻ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണം. എന്റെ സഹോദരനെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീട്ടിൽ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിൽ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. കർത്താവേ, സ്വർഗവാസികളുടെ ആയിരങ്ങളോടും മാലാഖമാരുടെ 10,000-ങ്ങളോടും അഗ്നിമയന്മാരും അരൂപികളുമായ ആ സ്വർഗീയ സൈന്യങ്ങളോടും പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് ഞങ്ങളും ഒന്ന് ചേർന്ന് പരിശുദ്ധനെന്ന് ഉദ്ഘോഷിച്ച് ഹോശാന പാടി പ്രാർത്ഥിക്കുന്നു. ഹോശാന പാടുവിൻ, ഹോശാന പാടുവിൻ, അത്യുന്നതങ്ങളിൽ ഹോശാന. വിണ്ണിലെ നായകൻ ഹോശാന. തളിരും മലരും പ്രപഞ്ചമായി മഹിമാമായി നിറഞ്ഞിടുന്നു. തളിരും മലരും പ്രപഞ്ചമായി മഹിമാമായി നിറഞ്ഞിടുന്നു. ജയഗാനം പാടി പാടുന്നു ഞങ്ങൾ, ജയഗാനം പാടി പാടുന്നു ഞങ്ങൾ. പിന്നിലെ നായകൻ ഹോശാന. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായി തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവൻ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ആന്റണി പിതാവിന് വേണ്ടിയും സഭയിലെല്ലാം പിതാക്കന്മാർക്ക് വേണ്ടിയും സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, മിഷണറിമാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, അനാഥർ, വികലാംഗർ, ജയിൽവാസികൾ, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവർ, അധ്യാപകർ, പട്ടാളക്കാർ, അതിർത്തി കാവൽക്കാർ, വിദ്യാർത്ഥിനികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്ത ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഓരോരുത്തർക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ച് പെന്തക്കോസ്തായി ശ്ലീഹന്മാരിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെന്ന ഗാനത്തിന്റെ ഈരടികൾ ആരംഭിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ആവാസമാകണമേ. ഈ ദിവ്യരഹസ്യങ്ങളുടെ മേൽ നമ്മൾ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവ് ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യാപരിക്കുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവുണ്ടാകും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായി അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനം കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകതനുസൃതമായ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും
നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കൈക്കൊള്ളും മാനവരെന്നും ജീവിക്കും മാനവരൊന്നായി വഹിടത്തി മുന്നിൽ നിൽക്കും വിനയമൊഴി വിഭജിക്കുകയായി ദിവ്യ ശരീരം യാഗവേദിയിൽ വൈദികൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അത്യാദരവോടെ സമീപിക്കാം. അനുതാപത്തിലുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന നമ്മെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. നമ്മൾ നടത്തുന്ന യാത്രയിൽ ഈശോ കൂടെ ഉണ്ടാകട്ടെ. യാതൊരുവിധ തെറ്റുകളിൽ വീണ് പോകാതെ കാത്തുകൊള്ളട്ടെ. ജോലി സ്ഥലത്തെയും പ്രവർത്തന മേഖലകളെയും പഠന മേഖലകളെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. നാം കണ്ടുമുട്ടുന്നവരെയും നമ്മെ കണ്ടുമുട്ടുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും വിശുദ്ധ കുർബാനായി വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യം നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകൾ അശക്തങ്ങളാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ
നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ജനങ്ങളെ വരുവിൻ, കർത്താവിന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും നിസ്മാരകമായ ഈ മഹാരഹസ്യങ്ങളെ പ്രത്യാശപൂർവ്വം നമുക്ക് സമീപിക്കാം. മിശിഹായുടെ തിരുശരീരം കടങ്ങളുടെ പുറത്തേക്ക് നിത്യജീവനം കാരണമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരോപിക്കെടുത്ത ദിവികാരുണ്യ സ്വീകരണം. എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ആ അറിയപ്പെടാത്ത സ്നേഹമേ, ആ എന്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശ്രീവായാലുള്ള ആശീർവാദം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്ലീവായിൽ തറയ്ക്കപ്പെട്ട കർത്താവ് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആപത്തുകളിലും അപകടങ്ങളിലും രോഗാവസ്ഥയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. അവിടുത്തെ കരുതൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വലിയ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളും അവിടുന്ന് സഫലമാക്കട്ടെ. വഴിയായി സംരക്ഷിതര തീരട്ടെ. മുദ്രിതര ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. അകലും ഞാൻ സ്വീകരിച്ച കുർബാന കടകളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കം ജപം. പരിശുദ്ധ കന്യകയെ അവിടുന്ന് അങ്ങേ ദിവ്യസ്വത്തിനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ. അങ്ങേ ദിവ്യകുമാരന് മാതൃസഹജമായ പരിലാളനകൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു. എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു. അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി. അങ്ങേ കടതാരിൽ ദിവ്യശിശു പരിപൂർണമായി സംതൃപ്തി അനുഭവിച്ചു. സ്നേഹനിധിയായ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹവായ്പും സംതൃപ്തരാക്കണമേ. സുഖദേവൻ, പിതാവായ ദൈവത്തിന്റെ പുത്രി, പുത്രനായ ദൈവത്തിന്റെ മാതാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ളവരെ, അടുത്ത ഞായറാഴ്ച പന്തക്കുസ്ത തിരുനാളാണ്. പന്തക്കുസ്ത തിരുനാളിന്റെ ഒരുക്കമായി 3 ദിവസത്തെ ധ്യാനം യൂട്യൂബിൽ നമ്മൾ ലൈവായി കൊടുക്കുന്നുണ്ട്. 20, 21, 22 തീയതികളിൽ യൂട്യൂബ് ചാനലിൽ 3 ദിവസത്തെ പന്തക്കുസ്ത ഒരുക്ക ധ്യാനം ഈ പള്ളിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നവർ അറിയിക്കുന്നു. പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായ പ്രാർത്ഥന. കർത്താവേ, പന്തക്കുസ്ത ദിനത്തിൽ സ്ത്രീകന്മാരുടെ മേൽ തീനാക്കളുടെ രൂപത്തിൽ എഴുന്നള്ളി വരികയും അവ
അവർക്ക് ഭാഷാപരവും അത്ഭുത സിദ്ധികൾ നൽകി അനുഗ്രഹം ചെയ്ത കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിന്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.